എന്ന് പറയപ്പെടുന്നത്. അതിനെയാണ് അന്ധക്കരണം എന്ന് വിളിക്കുന്നത്. അന്ധക്കരണങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അന്ധക്കരണങ്ങൾ 4 കപിലൻ അമ്മയെ ഉപദേശിക്കുന്ന സമയത്ത് പറയും, അമ്മേ, പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, പഞ്ചജ്ഞാനേന്ദ്രിയം, പഞ്ചകർമ്മേന്ദ്രിയം, അങ്ങനെ ആകെ 20 മനസ്സിലായില്ലേ? 4 20. അത് കഴിഞ്ഞാൽ പിന്നെ 4 അങ്ങനെ 24 തത്വമാണ് ഈ പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ ആദ്യ രൂപത്തിൽ നിന്ന് ഭഗവാൻ എന്ന ഏകരൂപത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉത്ഭവിച്ചു. അതാണ് ആദ്യത്തെ 5. അതിൽ തന്നെ പഞ്ചഭൂതങ്ങളുടെ ഗുണവിശേഷമാണ് പഞ്ചതന്മാത്രകൾ. ആകാശത്തിൻ്റെ ഗുണവിശേഷമായി നമ്മൾ ഇടയ്ക്ക് ചർച്ച ചെയ്തിരുന്നു. ശബ്ദം അല്ലേ, വായുവിൻ്റേതായിട്ട് സ്പർശം, അഗ്നിയുടേതായിട്ട് രൂപം, ജലത്തിൻ്റേതായിട്ട് രസനം, അത് കഴിഞ്ഞാൽ ഭൂമിയുടേതായിട്ട് ഗന്ധം. ഇതാണ് പഞ്ചവിഷയങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഈ വിഷയങ്ങളെ അറിയാനുള്ള ഇന്ദ്രിയങ്ങളെ പഞ്ചജ്ഞാനേന്ദ്രിയം എന്ന് പറഞ്ഞു. അപ്പം നേരെ ആദ്യത്തെ 5 പഞ്ചഭൂതം, പിന്നെ വിശേഷങ്ങൾ, അത് തന്മാത്രകൾ, രണ്ടാമത്തെ അങ്ങനെ 10, അത് കഴിഞ്ഞാൽ പഞ്ചജ്ഞാനേന്ദ്രിയം എന്ന് പറയുമ്പോൾ 15 ആയി. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത 5 എന്ന് പറയുന്നത് എന്താ? പഞ്ചകർമ്മേന്ദ്രിയം, അത് 5. അങ്ങനെയാകുമ്പോൾ 20 ആയി. ഇനി 4 കൂടി പറയുന്നുണ്ട്. അതായത് വെച്ചാൽ അന്ധക്കരണങ്ങളാണ്. അന്ധക്കരണങ്ങൾ 4 ഉണ്ട്. മനസ്സ്, ചിത്തം, ബുദ്ധി, ബോധം, ഈ 4 കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ 4 പാർട്ടായിട്ട് അറിയണം. നമ്മൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നിനെ 4 എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ പെട്ടെന്ന് മനസ്സിലാവും. ചില ഉദാഹരണമാണ് വളരെ എളുപ്പം മനസ്സിലാക്കുക. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടല്ലോ, വീട് എന്ന് പറയും, നമ്മൾ വീടെന്ന് പറയും. ഈ വീടിൻ്റെ എല്ലാ മുറികളും ഒരുപോലെയാണോ? ആണോ? നമ്മൾ മൊത്തത്തിൽ വീടെന്ന് പറയുമ്പോൾ വീട്ടിൽ സ്വീകരണ മുറി ഉണ്ടാവും, ബെഡ്റൂം ഉണ്ടാവും അല്ലേ, ഡൈനിങ് ഹാൾ ഉണ്ടാവും, കിച്ചൺ ഉണ്ടാവും, പൂജാമുറി ഉണ്ട്. ഇതൊക്കെ വ്യത്യസ്തമാണ്. പക്ഷേ ഇതെല്ലാം കൂടി ചേർന്ന് നമ്മൾ എന്ത് പറയും? ഒറ്റ വാക്കിൽ എന്ത് പറയും? വീടെന്ന് പറയും. ഇനി ഈ വീട്ടിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു റൂമിൽ നിൽക്കുകയാണോ? നിങ്ങളെ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കുക എവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എടുത്ത് പ്രത്യേകിച്ച് പറയുമോ? ബെഡ്റൂമിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ കിച്ചണിൽ നിൽക്കുകയെന്ന് പറയുമോ? നിങ്ങൾ പറയുന്നത് എന്താ? വീട്ടിലുണ്ട്. എന്താ കാരണം? ഇതെല്ലാം ചേർന്നതുമാണ്, എന്നാൽ സെപ്പറേറ്റുമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് മനസ്സിന് 4 പാർട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പാർട്ട് അവിടെയാണ് നമ്മൾ മനസ്സ്, ചിത്തം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. അവിടെ ആ ബുദ്ധി, അഹം, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നത് ഈ 4 വിഭാഗത്തിലാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മനസ്സ് എന്നുള്ളതാണ്. ചിത്തവും മനസ്സുമാണ്. ചിത്തം എന്ന് പറയുന്നത് ആദ്യമേ ചിന്തകളെ അകത്തേക്ക് കയറ്റി വിടും. ചിന്തകൾക്ക് പുറകിൽ നമ്മളെ കടത്തി വിടുന്നത് ആരാണ്? ചിത്തമാണ്. അതിൻ്റെ ജോലി ചിത്തമാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? സംശയം ഉളവാക്കും. ആ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത അതെന്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്, അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള സംശയത്തിലേക്ക് ആര് കൊണ്ടുപോകും? മനസ്സെന്ന ഭാഗം കൊണ്ടുപോകും. ഇപ്പോൾ നമ്മളൊരാളിൻ്റെ രൂപം കണ്ടു, വളരെ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് കാണുന്നത്. ഉടനെ നമ്മൾ 10-50 വർഷം മുമ്പ് കണ്ട ആളാണ്. ഉടനെ നമ്മുടെ മനസ്സിൻ്റെ ചെയ്യും, ഈ ആളാണ് മറ്റേ ആളെന്ന് അറിയാൻ വേണ്ടി ഒരു സ്കാനിങ് പരിപാടി നടത്തത്തില്ലേ? പണ്ടത്തെ ആ രൂപം മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ആ പഴയ ഫോട്ടോ എവിടെ ഇരിക്കുന്നോ അവിടുന്ന് നിമിഷം കൊണ്ട് തപ്പിയെടുത്ത് ഇപ്പം കണ്ട രൂപവുമായി വളരെ വേഗത്തിലൊരു പാരസ്പരികമായ അല്ലേ ഒരു വിലയിരുത്തൽ നടത്തി. ഇതൊക്കെ മനസ്സിൻ്റെ പ്രക്രിയയാണ്. ഇനി ഇത് കഴിഞ്ഞാലോ, ഇത് ഇന്ന ആളാണ് എന്ന് ഉറപ്പിക്കുന്നത് ആരാ? ബുദ്ധിയാണ്. ബുദ്ധി ഉടനെ പറയും, ഇടപെടും. ബുദ്ധി പറയും അതെ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് പറയും. അതാണ് ബുദ്ധി എന്ന് പറയുന്ന മൂന്നാമത്തെ പാർട്ട്. ഇത് കഴിഞ്ഞാൽ ഇത് പ്രഖ്യാപിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അഹമാണ്. ഞാൻ എന്നുള്ള ബോധത്തിൽ ഞാൻ അറിഞ്ഞതാണല്ലേ, ഞാൻ കണ്ടതാണ്, അത് കറക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കും. ഇങ്ങനെയാണ് മനസ്സിൻ്റെ ഭാവം. അതിൻ്റെ തുടക്കം തന്നെ ചിത്തമായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ചിത്തം ശുദ്ധമാണെങ്കിൽ എന്തിന് പൂജാവിധികൾ ഏറെയും. മനസ്സിലായില്ലേ? ചിത്തം നിശ്ചലമാകണം ആത്മോപാസന വേളയിൽ. ആത്മോപാസന നടത്തുമ്പോൾ, ഈശ്വരോപാസന നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ട സദ്ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചിത്തം നിശ്ചലമാകണം. നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ എന്താ? ചിന്തകൾ കടന്നു വരാതെ ഇരിക്കണം. ഇപ്പോൾ ഒരു കുളത്തിലെ ജലം വളരെ ശാന്തമാണെങ്കിൽ അല്ലേ, ആ ജലം ശാന്തമാണെങ്കിൽ അതിൻ്റെ അടിത്തട്ട് വരെ ജലം ഒരു കണ്ണാടി പോലെ തെളിഞ്ഞു കിടക്കണേ നമുക്ക് കാണാൻ സാധിക്കും. ഈ ജലത്തിലേക്ക് ഒരു കല്ല് വീണാൽ എന്ത് സംഭവിക്കും? ഓളം അടി തുടങ്ങും അല്ലേ? ഈ ഓളം അടിക്കുന്നത് യഥാർത്ഥത്തിൽ കല്ല് വീണപ്പോഴും ഈ ഓളമെന്ന് പറയുന്നത് ആ ജലത്തിലുണ്ടായൊരു പ്രതിഭാസമാണ്. അത് കുറേ കഴിയുമ്പോൾ അത് ഇല്ലാണ്ടാവും. ഇതുപോലെ ചിന്ത വന്ന് നമ്മളിൽ പതിക്കുമ്പോഴാണ് ജീവനിൽ മനസ്സെന്ന പ്രതിഭാസം ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ മനസ്സിൽ ചിന്ത ഉയർന്നു വന്നാൽ എന്ത് ചെയ്യും? ഉള്ളിലുള്ള ആത്മരൂപത്തെ മറയുകയും പകരം ഈ ചിന്തയുടെ പുറവിൽ നമ്മുടെ ശ്രദ്ധ പോവുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ചിന്തയുടെ പുറകിൽ ശ്രദ്ധ, അതുകൊണ്ടാണ് ഈ മനസ്സ് ഏകാഗ്രപ്പെടുത്തണം, ഈ ധ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞ് തപസ് ചെയ്യുക എന്നൊക്കെ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. അവിടെ എന്താ ചെയ്തത്? ബാഹ്യമായ ചിന്തകൾക്ക് പുറകിൽ പോടാതെ ഇന്ദ്രിയങ്ങളെ എല്ലാം ഉൾവലിച്ച് നിർത്തി മനസ്സിനെ ശാന്തമാക്കി, മനസ്സ് ശാന്തമായാൽ മനസ്സ് ലയിച്ച് ആ ഇല്ലാണ്ടാകുന്നൊരവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ
നമ്മുടെ യഥാർത്ഥ സ്വരൂപം തെളിഞ്ഞു കാണാൻ സാധിക്കും. ദൃഷ്ടേ സ്വരൂപസ്ഥാനം, അവനവൻ്റെ യഥാർത്ഥ രൂപം എന്താ? ആനന്ദരൂപമാണ്. അതാണ് ഈശ്വര രൂപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈശ്വരനെ ഉള്ളിൽ അനുഭവിക്കുക. ഈശ്വരനെ പുറത്ത് അനുഭവിക്കാൻ സാധ്യമല്ല. പുറത്തുള്ളതൊക്കെ ഈശ്വരനെ അറിയാൻ വേണ്ടിയിട്ടുള്ള, അതിനാവശ്യമായി ഉള്ളിനെ ഒരുക്കാനുള്ള കർമ്മങ്ങളാണ് പുറമേ ചെയ്യുന്നത് എല്ലാം. അറിയേണ്ടത് എവിടെയാണ്? ഉള്ളിൽ തന്നെയാണ്. എവിടെയാണ് ഈശ്വരൻ? നിന്നിലാണ് എന്നിലാണ് ഈശ്വരൻ, നിന്നിലും എന്നിലും കുടികൊള്ളും പരം ഏകമാണ് ചൈതന്യമാണ് ഈശ്വരൻ എന്ന ബോധത്തിൽ ആ ഏകസ്വരൂപമായി ഭഗവാനെ സർവ്വജീവജാലങ്ങളിലും കാണുക എന്നതാണ് ഉത്തമ ഭക്തി എന്ന് പറയപ്പെടുന്നത്. അതായത് വിഗ്രഹത്തിൽ മാത്രമാണ് ഈശ്വരനുള്ളത്, അമ്പലത്തിൽ മാത്രമാണ് ഈശ്വരനുള്ളത്, പൂജ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമാണ് ഈശ്വരനുള്ള നിലയിലല്ല കാണേണ്ടത്. അത് തുടക്കത്തിൽ നമ്മൾ അങ്ങനെ കണ്ടു തുടങ്ങുകയും, മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് നമ്മൾ ഉയർന്നു വരുമ്പോൾ എന്ത് വേണം? അവിടെ എല്ലാത്തിലും ഈശ്വരനെ കാണാൻ, ഈശ്വര സർവഭൂതാനാം എന്ന അവസ്ഥയിൽ, വിശാലമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ വളർത്തുകയും വേണം. അപ്പം നമുക്കതിന് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മൾ ആദ്യമായിട്ട് അക്ഷരം പഠിക്കുമല്ലോ. ആദ്യമായിട്ട് അക്ഷരം പഠിക്കുമ്പോൾ നമ്മൾ വാക്കുകളാണോ അക്ഷരങ്ങൾ മാത്രമാണോ പഠിക്കുന്നത്? അക്ഷരങ്ങൾ മാത്രമാണ് അല്ലേ? ഓരോ അക്ഷരമായിട്ട് പഠിപ്പിക്കും. എന്നിട്ട് അക്ഷരങ്ങളിലേക്ക് സ്വരം കൂടിച്ചേരുന്നത് പഠിപ്പിക്കും അല്ലേ? സ്വരം എന്താ? സ്വരാക്ഷരം. ഇപ്പോൾ വ്യഞ്ജനാക്ഷരം പഠിച്ചു, സ്വരാക്ഷരം പഠിച്ചു, വ്യഞ്ജനാക്ഷരം പഠിച്ചു. ഇതൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഈ വ്യഞ്ജനാക്ഷരത്തിനോട് സ്വരാക്ഷരം ചേരാൻ പഠിപ്പിക്കും അല്ലേ? ക എന്ന ശബ്ദത്തിനോട് അകാരം ചേരുന്നതാണ് ആദ്യത്തെ ക. രണ്ടാമത് ക എന്ന് നീട്ടുന്നതാ ആ എന്ന ശബ്ദം ചേർന്നു അല്ലേ? ശരിയല്ലേ? അത് കഴിഞ്ഞാൽ അത് കീ ആയി മാറുന്ന എപ്പോഴാണ്? ഈ എന്ന ശബ്ദം ചേരുമ്പോഴാണ്. ക പ്ലസ് ഇ പ്ലസ് കീ. അത് കഴിഞ്ഞാൽ അത് ക പ്ലസ് ഈ എന്ന് പറയുമ്പോൾ കീ. ഇങ്ങനല്ലേ കാക്കാ കീക്കു എന്നൊക്കെ പഠിക്കുന്നത്? മനസ്സിലായില്ലേ? അംഗൻവാടിയാണെന്ന് വിചാരിക്കരുതാരും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊന്ന് കറക്റ്റ് ചെയ്താണ്. പലപ്പോഴും ഈ ചേരുന്ന ക്രമം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു സ്വരം കൂടി ചേർന്നുകൊണ്ട് അതിനെ ഒന്നുകൂടി നമ്മൾ വിശാലമാക്കി. അത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? 2-3 അക്ഷരങ്ങൾ ചേരുന്നതിനെ നമ്മൾ പറഞ്ഞു പഠിക്കും അല്ലേ? 1-2 അക്ഷരം ചേരുമ്പോൾ ഇപ്പോൾ പാ നാ, പാ എന്ന് പറഞ്ഞു, പിന്നെ നാ എന്ന് പറഞ്ഞു. എന്നിട്ടല്ലേ നമ്മളെ കുട്ടിക്കാലത്ത് പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന ആശാൻ പള്ളിക്കൂടത്തിൽ 2 അക്ഷരം പറഞ്ഞിട്ട് പിന്നെ ചേർത്ത് എന്ത് പറയും? പന. ഇങ്ങനെ പറഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ പിന്നെ ഒരു വലിയ വാക്ക് കാണുമ്പോൾ നമ്മളവിടെ അക്ഷരം പറഞ്ഞിട്ടാണോ വാക്ക് വായിക്കുന്നത്? ആണോ? ഇപ്പം നിങ്ങളൊരു വലിയ വാക്ക് കണ്ട്, നാരായണ എന്നൊരു വാക്ക് കണ്ട്, നിങ്ങൾ പോയിട്ട് നാ രാ യാ ണ എന്ന് പറഞ്ഞിട്ട് നാരായണ എന്നാണോ വായിക്കുന്നത്? അല്ല. കാരണം എന്താ? ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ വാക്കായിട്ട് പറഞ്ഞു, അക്ഷരമെന്ന് പറയുന്ന ഭാവത്തെ നിങ്ങൾ ഉള്ളിൽ ഒതുക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്താ ചെയ്തു? നിങ്ങൾ കുറേ കൂടി അതിലേക്ക് ഉയർന്നപ്പോൾ അക്ഷരങ്ങൾ അതിലുണ്ട്, പക്ഷേ അത് ഉച്ചരിക്കേണ്ട ആവശ്യം ഇല്ല. പകരം അക്ഷരങ്ങൾ ലോപിക്കുകയും ഉയർന്നു വരികയും ചെയ്തു? ശബ്ദ തരംഗാവലി ഉയർന്നു വരികയും ചെയ്തു. ഇതുപോലെ ആവണം നമ്മുടെ ഈശ്വര ആരാധന. തുടക്കത്തിൽ അക്ഷരം പോലെയാണ് നമ്മൾ പൂജാതി കാര്യങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ തന്നെ അനുഷ്ഠിക്കുന്നത്. അത് നിന്ന് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറേ കൂടി ഉന്നതമായി വരുമ്പോൾ ആ 1-2 സ്ഥലത്ത് ഈശ്വരനെ കണ്ടത് ഉള്ളിലേക്ക് ലോപിച്ചുകൊണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അല്ലേ? പ്രകൃതിയിൽ മുഴുവനായി ഈശ്വരാംശമാണ് എന്ന ഭാവത്തിൽ വിശാലമാകണം. അതിനെന്ത് ചെയ്യണം? ചിത്തം നിശ്ചലമാകണം. നമ്മളിലെ ഈശ്വരനെ അനുഭവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ബാഹ്യമായ ഈശ്വരനെയും അനുഭവിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എവിടെയാണ് ഈശ്വരൻ? നിന്നിലാണ് എന്നിലാണ് ഈശ്വരൻ. അപ്പോൾ അവനവനെ നമ്മളിൽ തന്നെയാണ് ഈശ്വരനെ നമ്മൾ കാണേണ്ടത്. ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയ നിന്നിടും ദൃക്ക് പോലുള്ള നിന്നില സ്പന്ദമാകണം എന്നൊക്കെ പാടുന്നത്. അതുകൊണ്ടാണ് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ അല്ലേ? മനസ്സിന് ഇന്ദ്രിയങ്ങൾക്ക് കണ്ണായിരുന്നത് മനസ്സിന് കണ്ണാകുന്ന ജീവന് കണ്ണാകുന്ന ആത്മതത്വം. മനസ്സിലായില്ലേ? അത് താനെന്നറിയണം. അതാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്ന്, അതാണ് ഈശ്വരൻ എന്നറിയുമ്പോൾ അളവാനന്ദമെന്തുഹരി, അതാണ് ഏറ്റവും വലിയ ആനന്ദം. മനസ്സിലാവുന്നുണ്ടോ? ഈ ആനന്ദത്തെയാണ് ഈശ്വരൻ എന്ന് അനുഭവിക്കേണ്ടത്. ആ നിലയിൽ നമ്മുടെ മനസ്സിനെ കൃത്യമാക്കാനാണ് നമ്മൾ ശീലിക്കേണ്ടത്. ആ ശീലത്തിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്.